ഡോക്ടർ മോഹൻ വർഗീസ്, ഇറാനും യു എസും തമ്മിലുള്ള സംഘർഷം പുതിയ തലത്തിലേക്ക് നീങ്ങുമെന്ന ആശങ്കകൾക്കിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ജൂലൈ 7-8 തീയതികളിൽ നിർണായക കൂടിക്കാഴ്ചയ്ക്ക് ഒരുങ്ങുകയാണ്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇരുവരും നടത്തിയ ഒരു യോഗമുണ്ടായിരുന്നല്ലോ. ആ യോഗത്തിലാണ് നെതന്യാഹു ഇറാൻ ആക്രമണത്തിൻ്റെ പ്ലാൻ അവതരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇറാനെതിരെ നടത്തിയ സംയുക്ത ആക്രമണത്തിന് ശേഷം ഇരുവരും നടത്തുന്ന ഈ കൂടിക്കാഴ്ച ലോകം വളരെ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. ഈ യോഗത്തിൽ അല്ലെങ്കിൽ ഈ കൂടിക്കാഴ്ചയിൽ ഇരുവരും എന്താണ് ചർച്ച ചെയ്യുക എന്ന കാര്യം ഇതുവരെ വ്യക്തമല്ല. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തു വിട്ടിട്ടുമില്ല. എങ്കിൽ കൂടി ഈ ഒരു കൂടിക്കാഴ്ചയെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വൺസ് അഗെയിൻ ട്രംപ് മീറ്റ്സ് നെതന്യാഹു, അതാണ് വാർത്ത. പ്രത്യേകമായി പറഞ്ഞാൽ നെതന്യാഹുവിൻ്റെ പ്രത്യേക അഭ്യർത്ഥന പ്രകാരം അങ്ങയെ എനിക്ക് കാണണമെന്നുണ്ട്, തിരുമുഖം കണ്ടാൽ കൊള്ളാം, ഞാൻ അങ്ങോട്ട് വരുന്നു, സ്വീകരിച്ചാലും എന്ന രീതിയിൽ ബെഞ്ചമിൻ നെതന്യാഹു ട്രംപിനെ സമീപിക്കുകയാണ്. ട്രംപ് അതിനുള്ള അനുവാദം കൊടുത്തിരിക്കുന്നു. ഫോൺ വഴി കഴിഞ്ഞ 2 മാസങ്ങളിൽ വളരെ മോശമായ രീതിയിലുള്ള എക്സ്ചേഞ്ചുകൾ ട്രംപും നെതന്യാഹുവും തമ്മിൽ ഉണ്ടായി എന്നാണ് സ്ഥിരീകരിക്കാവുന്ന വാർത്തകൾ. അത് ട്രംപിൻ്റെ അടുത്ത കേന്ദ്രങ്ങളിൽ നിന്ന് പറയുന്നു. വളരെ മോശമായ രീതിയിലുള്ള എക്സ്ചേഞ്ച് വേർഡ്സ് ഉണ്ടായി. എക്സ്ചേഞ്ച് വേർഡ്സ് ഉണ്ടാകുന്നതിന് പിന്നിൽ ഐഡിയാസിൻ്റെ ക്ലാഷ് ഉണ്ട് അവിടെ. അത് ഇസ്രായേൽ ആഗ്രഹിക്കുന്ന രീതിയിലല്ല പൂർണ്ണമായി ഇപ്പോൾ അമേരിക്ക മുന്നോട്ട് പോകുന്നത്. ട്രംപിൻ്റെതായ ഒരു പ്ലാനിൽ പോവുകയാണ്. അല്ലെങ്കിൽ പ്ലാൻ ഇല്ലായ്മയാണ് എൻ്റെ പ്ലാൻ എന്ന്, പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കം എന്ന് കുഞ്ഞുണ്ണി മാഷ് പാടിയതുപോലെയാണ് പ്ലാൻ ഇല്ലായ്മ അദ്ദേഹത്തിൻ്റെ പ്ലാനായി മുന്നോട്ട് കൊണ്ടുപോകുന്നു ഡൊണാൾഡ് ട്രംപ്. തോന്നിയതുപോലെ കാര്യങ്ങൾ വിളിച്ചു പറയുക, എല്ലാം അതും ഞമ്മളാണ്, അതും ഞമ്മൾ തന്നെയാണ് എന്ന ഒരു മമ്മൂഞ്ഞ സ്റ്റൈല്. ഇതാണല്ലോ ഡൊണാൾഡ് ട്രംപിൻ്റെ ശൈലി. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതല്ല ശൈലി. കൃത്യമായ ആസൂത്രണം, കൃത്യമായ ഇടപെടലുകൾ, കൃത്യമായ ഉദ്ദേശങ്ങൾ, അതിൻ്റെ എക്സിക്യൂഷനിൽ പലപ്പോഴും വിജയിക്കുന്നു, ചിലപ്പോഴൊക്കെ പാളുന്നു. പക്ഷേ കൃത്യമായ യുദ്ധവിജയം നേടി എന്ന് പറയാൻ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് കഴിയുന്നില്ല. മാത്രമല്ല, ഒരു കാര്യത്തിൽ നെതന്യാഹു, ബിബി എന്ന് ട്രംപ് സ്നേഹപൂർവ്വം വിളിക്കുന്ന ബെഞ്ചമിൻ നെതന്യാഹു വിജയിച്ചു. തൻ്റെ വലിയേട്ടനെ ഡൊണാൾഡ് ട്രംപിനെ യുദ്ധരംഗത്തേക്ക് പിടിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞു. അതാണ് ഫ്ലാഷ് ബാക്ക്. ഫെബ്രുവരി 2026 28-ാം തീയതി തുടങ്ങിയ യുദ്ധത്തിന് തൊട്ട് മുൻപുള്ള ആഴ്ച ബെഞ്ചമിൻ നെതന്യാഹു സമാനമായി, ഇപ്പോൾ നടത്താൻ പോകുന്നതിന് സമാനമായ ഒരു സന്ദർശനം നടത്തി. ഡൊണാൾഡ് ട്രംപിനെ വൈറ്റ് ഹൗസിലെത്തി കാണുകയും കൃത്യമായ പ്ലാനിങ്, അന്നാണ് അമേരിക്ക കൃത്യമായൊരു തീരുമാനമെടുത്തത് എന്ന് വേണം കരുതാൻ. അമേരിക്ക ഇതാ ഒരിക്കൽ കൂടി നേരിട്ട് രംഗത്ത് വരുന്നു. 28-ാം തീയതി കൃത്യമായ ആസൂത്രണത്തോടുകൂടി സംയോജിതമായ ഇസ്രായേൽ അമേരിക്ക ആക്രമണം ടെഹ്റാന് നേരെ ഉണ്ടാകുന്നു, മറ്റ് നഗരങ്ങൾക്ക് നേരെ ഉണ്ടാകുന്നു. ഇതിലേക്ക് ട്രംപിനെ വലിച്ചിഴച്ച അതേ നെതന്യാഹു പിന്നീടുള്ള മാസങ്ങളിൽ ട്രംപ് വരച്ചിട്ട ലൈനിൽ കൂടി അല്ല പോയത്. അത് മാത്രമല്ല, ഒരു ഘട്ടം കഴിയുമ്പോൾ അത് യുദ്ധം നിർത്തി കരയ്ക്ക് കയറാം എന്ന് ട്രംപ് വിചാരിച്ചു. പക്ഷേ യുദ്ധം തുടങ്ങി വയ്ക്കാനേ കഴിയൂ, അവസാനിപ്പിക്കാൻ കഴിയില്ല. തങ്ങളുടെ ഉദ്ദേശങ്ങൾ പൂർണ്ണമായി നിറവേറ്റിയതിനു ശേഷം മാത്രമേ അമേരിക്കയ്ക്കും ഇതിൽ നിന്ന് പിൻവാങ്ങാനാവൂ എന്ന കടുംപിടുത്തത്തിൽ നിൽക്കുകയാണ് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇത് അംഗീകരിക്കാൻ ട്രംപ് തയ്യാറല്ല. കാരണം ട്രംപിന് സ്വന്തം ജനതയോട് മറുപടി പറയേണ്ടതുണ്ട്. റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഉള്ളിൽ നിന്ന് തന്നെ ഇപ്പോൾ വിരുദ്ധമായ സ്വരങ്ങൾ വരുന്നു. സെനറ്റിലും ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിലും നടന്ന വോട്ടെടുപ്പുകൾ ഒരു സൂചനയാണ് എങ്കിൽ ഇപ്പോൾ സ്പെഷ്യൽ വാർ പവേഴ്സ് ആക്ട് പ്രസിഡന്റിനുള്ള യുദ്ധം പ്രഖ്യാപിച്ച് 2 മാസത്തിൽ കൂടുതൽ മുന്നോട്ട് പോകാനുള്ള പ്രത്യേക അധികാരത്തിന് കടിഞ്ഞാണിട്ടുകൊണ്ട് അമേരിക്കൻ കോൺഗ്രസിൻ്റെ 2 മണ്ഡലങ്ങളും വിധി എഴുതിയിരിക്കുന്നു. അതിൽ ചിലരൊക്കെ റിപ്പബ്ലിക്കന്മാരാണ്, ട്രംപിൻ്റെ പാർട്ടിക്കാരാണ് എന്നുകൂടി ഓർക്കണം. അപ്പോൾ ട്രംപിന് അമേരിക്കൻ പാർലമെൻറ്റിൻ്റെ പൂർണ്ണ പിന്തുണ ഇല്ല. അതുമാത്രമല്ല, ഇനി നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ, ഇടക്കാല തെരഞ്ഞെടുപ്പിൽ ട്രംപിൻ്റെ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ കഴിയണമെങ്കിൽ യുദ്ധകാര്യത്തിൽ ട്രംപിന് കൃത്യമായ വിജയം ക്ലെയിം ചെയ്യാൻ കഴിയണം. അല്ല എങ്കിൽ പിന്മാറ്റത്തിനുള്ള, വിജയകരമായ പിന്മാറ്റത്തിനുള്ള ഒരു ഫോർമുല കൊണ്ടുവരാൻ കഴിയണം. അല്ല എങ്കിൽ ഒരു ഡീൽ, ഇറാനുമായി സക്സസ്ഫുള്ളി നെഗോഷിയേറ്റഡ് ഡീൽ കാണിക്കാൻ കഴിയണം. അമേരിക്കൻ ജനത അതെല്ലാം നോക്കിയാണ് വോട്ടവകാശം, സമ്മതിദാന അവകാശം വിനിയോഗിക്കുന്നത്. ഇതെല്ലാം സത്യമായിരിക്കെ
ട്രംപിനങ്ങനെ നെതന്യാഹുവിനെ അഴിഞ്ഞാടാൻ അനുവദിക്കാനാവില്ല. അതുമാത്രമല്ല, നെതന്യാഹുവിനെ ഞെട്ടിച്ചുകൊണ്ട് ട്രംപ് മറ്റൊരു തീരുമാനമെടുത്തു. ഇറാൻ മുന്നോട്ട് വെച്ച 14 ഇന സമാധാന നിർദ്ദേശങ്ങൾ, അതിലാദ്യ നിർദ്ദേശം ഇസ്രയേൽ ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നത് ഒഴിവാക്കണം, അത് അമേരിക്ക ഇടപെട്ട് തടയണമെന്നാണ്. അങ്ങനെ മധ്യപൗരസ്ത്യ പ്രദേശത്ത് ഓവറോൾ ശാന്തത ഉണ്ടാവണം എന്ന ഇറാനിയൻ നിർദ്ദേശം അമേരിക്ക അനുസരിക്കുക വഴി, അനുവദിച്ചു കൊടുക്കുക വഴി താൽക്കാലിക കരാർ, യുദ്ധമില്ലാ കരാർ, ഇപ്പോൾ വെടിനിർത്തലാണല്ലോ, ഔപചാരികമായി വെടിനിർത്തലാണ്, ഇടയ്ക്ക് വെടിപൊട്ടുന്നു എന്ന് വിസ്മരിക്കുന്നില്ല. ആ വെടിനിർത്തൽ കരാറിൻ്റെ ഒന്നാം വ്യവസ്ഥ അത് തന്നെ ഇസ്രയേലിന് വലിയ ഒരു അടിയാണ് സമ്മാനിച്ചത്. എങ്ങനെ ഇതിൽ നിന്നും തിരിച്ചു കയറാം? ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഈ 2 മാസം നെഗോസിയേറ്റിംഗ് മന്താണ്. ഇപ്പോൾ അയത്തുള്ള അലി ഖൊമേനിയുടെ ഖബറടക്ക ചടങ്ങുകൾ നടക്കുന്നു. 9-ാം തീയതി വരെ അതുമായി ബന്ധപ്പെട്ട് ലോകം മുഴുവൻ ആ ചിന്തയിലാകുന്നത് കൊണ്ട് ഒരു രീതിയിലും മറ്റൊരു ചർച്ചയ്ക്കുള്ള സ്കോപ്പില്ല. പക്ഷേ 11-ാം തീയതി അടുത്ത റൗണ്ട് ചർച്ച ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ആ ചർച്ച അമേരിക്ക എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത്? ഇറാൻ തീർച്ചയായും അത്ര അനുകൂലമായ നിലപാട് സ്വീകരിക്കാൻ സാധ്യത കുറവാണ്. കാരണം ഇപ്പോൾ ഖബറടക്ക ശുശ്രൂഷ സമയത്ത് ട്രംപ് നടത്തിയ ചില പ്രസ്താവനകൾ വല്ലാതെ ജനവികാരത്തെയും ഇറാനിയൻ നേതൃത്വത്തിൻ്റെ ഒരു സെൻറ്റിമെൻസിനെയും വല്ലാതെ ദോഷകരമായി ബാധിച്ചത് കൊണ്ട് ഒരുപക്ഷെ ഒരു മെല്ലപ്പോക്കായിരിക്കുമുള്ളത്. ഇപ്പോഴും നേരിട്ട് ചർച്ച ചെയ്യാവുന്ന ഒരു ഊഷ്മളത വന്നിട്ടില്ല. ഇൻ്റർലൊക്യൂട്ടേഴ്സിൻ്റെ സഹായത്തോടുകൂടി ഒമാൻ, ഖത്തർ, അത് അല്ലെങ്കിൽ പാകിസ്ഥാൻ, അവരുടെയൊക്കെ മധ്യസ്ഥതയിൽ മാത്രമേ സംസാരിക്കാൻ കഴിയുന്നുള്ളൂ എന്ന് വരുമ്പോൾ ചർച്ചകൾ ഇഴഞ്ഞു നീങ്ങാനാണ് സാധ്യത. ഇവിടെ ചർച്ചകൾക്ക് പുതിയ ദിശാബോധം ഇസ്രയേൽ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ചില നിബന്ധനകൾ അമേരിക്കയ്ക്ക് മുന്നോട്ട് വയ്ക്കാനാവുമോ, ഇറാന് നേരെ മുന്നോട്ട് വയ്ക്കാനാവുമോ, അത് വലിയ ചോദ്യചിഹ്നമാണ്. അതുമാത്രമല്ല, ഇപ്പോൾ ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും പ്രേരണയാൽ, പ്രത്യേകിച്ചും അമേരിക്കയുടെ പ്രേരണയാൽ ഏതാണ്ട് 13ഓളം ലോകരാജ്യങ്ങളുടെ പ്രതിനിധി സംഘങ്ങൾ, ഇറാനിലേക്ക് പോകാൻ തയ്യാറായി നിന്ന സംഘങ്ങൾ അവസാന നിമിഷം അവരുടെ യാത്ര അവസാനിപ്പിച്ചു എന്ന് പറയുമ്പോൾ വല്ലാത്ത കളികൾ കളിക്കുന്നു അമേരിക്കയും ഇസ്രായേലും ചേർന്ന് എന്നൊരു പ്രതീതി ഉണ്ടാകുന്നുണ്ട്. അതും ഇപ്പോൾ ഈ അടുത്ത സമയത്ത് വെളിയിൽ വന്ന ഒരു വാർത്തയാണ്. അതായത് ഒരു രാജ്യം, ആ രാജ്യത്തിൻ്റെ പരമാധികാര രാജ്യം, സ്വതന്ത്ര പരമാധികാര രാജ്യത്തിൻ്റെ തീരുമാനമാണ് തങ്ങളുടെ പ്രതിനിധി സംഘത്തെ ടെഹ്റാനിലേക്ക് അയച്ചുകൊണ്ട് അയത്തുള്ള അലി ഖൊമേനിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുക എന്നത്. ഇന്ത്യ അങ്ങനെയാണല്ലോ പങ്കെടുക്കുന്നത്. ആരെ വിടണം എന്നത് അതത് രാജ്യം തീരുമാനിക്കുന്നു. ഇന്ത്യ തീരുമാനിച്ചു, പ്രധാനമന്ത്രി പോകുന്നില്ല, പ്രസിഡന്റ് പോകുന്നില്ല, വിദേശകാര്യ മന്ത്രിയും പോകുന്നില്ല, വിദേശകാര്യ ഉപമന്ത്രിയും ബീഹാർ ഗവർണറും പോകുന്നു, ഒരു ചെറിയ പ്രതിനിധി സംഘത്തെ കൂടെ കൊണ്ടുപോകുന്നു. ഇതാണ് ഇന്ത്യയുടെ തീരുമാനം. സമാനമായ രീതിയിൽ ഓരോ രാജ്യങ്ങളും തീരുമാനിക്കുന്നു. ഇത് ഇറാന് വലിയ ബലമാണ്. പരമാവധി രാജ്യങ്ങൾ ഈ സംസ്കാര ശുശ്രൂഷയുടെ ഭാഗമായി ഇറാൻ്റെ മണ്ണിലെത്തുമ്പോൾ ഇറാൻ അനുഭവവേദ്യമാകുന്ന, ഇറാനെ സംബന്ധിച്ചിടത്തോളം ലഭിക്കുന്ന ഒരു അന്താരാഷ്ട്ര അംഗീകാരം ലെജിറ്റിമസിക്ക് വേണ്ടിയാണ്. ഒരു റെജീമിൻ്റെ ലെജിറ്റിമസിയെ ഉറപ്പുവരുത്തുന്ന ഒരു പ്രധാന ഘടകമാണത്. അതാഗ്രഹിക്കുമ്പോൾ അത് ഡിനേ ചെയ്യാൻ വേണ്ടി നയതന്ത്ര തലത്തിൽ സമ്മർദ്ദം ചെലുത്തുക, ഇത് വില കുറഞ്ഞ ഇടപാടാണ്. ഒരു രാജ്യത്തിൻ്റെ തീരുമാനത്തെ സ്വാധീനിക്കുന്ന രീതിയിൽ ഒരു ശവസംസ്കാര ശുശ്രൂഷയിൽ പോലും നിങ്ങൾ പോകണോ വേണ്ടായോ എന്ന് മറ്റൊരു രാജ്യം നിർബന്ധപൂർവം പറയുന്നു എന്ന് പറഞ്ഞാൽ അതിൽ പരം മ്ലേച്ഛമായ ഒന്നില്ല. നയതന്ത്ര രംഗത്തെ വില കുറഞ്ഞ തരം താണം നിലവാരമില്ലാത്ത പ്രവണതയാണ്. അപ്പം ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപിനെ കാണാനായി ബെഞ്ചമിൻ നെതന്യാഹു ഒരിക്കൽ കൂടി പോകുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണനെ കാണാനായി കുചേലൻ ഒരുപിടി അവലുമായി പൊതികെട്ടിപ്പോയതുപോലെ എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടാകുമോ? ബെഞ്ചമിൻ നെതന്യാഹു കൊണ്ടുപോകുന്ന അവലിൽ എന്തെങ്കിലും പ്രത്യേകമായ കാര്യം അടങ്ങിയിരിപ്പുണ്ടാകുമോ? അത് സ്വീകരിക്കാൻ ഏത് രീതിയിലാണ് ട്രംപ് ഈ പ്രപ്പോസൽസ്, ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് വരാൻ സാധ്യതയുള്ള പുതിയ പ്രപ്പോസൽസ്, യുദ്ധം നിർത്തരുത് എന്നതായിരിക്കാം ഒരു പ്രപ്പോസൽ. അതുമാത്രമല്ല, ഇറാന് അംഗീകരിക്കാനാവാത്ത രീതിയിലുള്ള കഠിനമായ വ്യവസ്ഥകൾ അടിച്ചങ്ങോട്ട് കൊടുക്കണം, അങ്ങനെ ചർച്ച പാളുന്നെങ്കിൽ പാളട്ടെ എന്നതായിരിക്കാം രണ്ടാമത്തേത്. അതുമാത്രമല്ല, അമേരിക്കയും ചില ഉറപ്പുകൾ തിരിച്ചു ചോദിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ലെബനനിലെ യുദ്ധം നിർത്തിയേ പറ്റൂ, ഹിസ്ബുള്ളയ്ക്കെതിരെയുള്ള യുദ്ധം അവിടെ നിർത്തിവെച്ചെങ്കിലേ പറ്റൂ, ഒരു കരാറുണ്ട് ലെബനനുമായി, അത് പാലിച്ചെങ്കിലേ പറ്റൂ. അത് പാലിക്കാത്തടത്തോളം കാലം തൊല്ല മുഴുവൻ, പ്രശ്നം മുഴുവൻ തങ്ങൾക്കാണെന്ന് അമേരിക്ക പറയുകയാണ്. കാരണം ഇറാൻ അതാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഇസ്രയേൽ ചെയ്യുന്ന ഏതാണ്ട് എല്ലാ പ്രവർത്തനത്തിനും അമേരിക്ക മറുപടി പറയേണ്ടി വരുന്നു ഇറാനോട്. ഇത് ഗതികേടാണ്.
ഇത് പല ആവർത്തി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് പറഞ്ഞു. പക്ഷേ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ നിലപാട് എന്താണ്? അമേരിക്കയുടെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ് എങ്കിൽ ഇസ്രയേൽ എന്ന പരമാധികാര രാജ്യത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയാണ് താൻ. അതുകൊണ്ട് സൗഹൃദമൊക്കെ ഒരു വശത്ത്, പക്ഷേ ഇസ്രയേലിൻ്റെ ദേശീയ താല്പര്യം താൻ നയിക്കുന്ന ഭരണകൂടം തീരുമാനിക്കും. നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാം, പക്ഷെ ഞങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, ആയുധം വാങ്ങുന്നതുൾപ്പെടെ, അമേരിക്കയിൽ നിന്നുള്ള ആയുധ വാങ്ങൽ ഉൾപ്പെടെ കുറയ്ക്കുമെന്നത് കുറേ കാലമായി കേൾക്കുന്ന കാര്യമാണ്. ഇപ്പോഴും അതേക്കുറിച്ച് തീരുമാനമൊന്നും ആയിട്ടില്ല. ഇസ്രയേൽ സ്വയം പര്യാപ്തമായി സ്വന്തമായി ആയുധങ്ങൾ ഉണ്ടാക്കുന്നു. അമേരിക്കയുള്ള ഡിപ്പെൻഡൻസി കുറച്ചുകൊണ്ടുവരുന്നു. ഈവൻ പണം നൽകി ഇസ്രയേലിനെ സഹായിക്കുന്നത് പോലും കുറച്ചുകൊണ്ടുവരാൻ അമേരിക്ക തയ്യാറാവും, അല്ലെങ്കിൽ ഇസ്രയേൽ വേണ്ട എന്ന് വെക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങൾ അന്തരീക്ഷത്തിൽ ഉണ്ടായിട്ട് മാസങ്ങളായി. പക്ഷേ ഇപ്പോഴും അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയിലും സപ്പോർട്ടിലും തന്നെയാണ് ഇസ്രയേൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുകൂടി പറയേണ്ടതുണ്ട്. അതുകൊണ്ട് എങ്ങനെ വന്നാലും ബെഞ്ചമിൻ നെതന്യാഹുവിനെ കൈവിടാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തയ്യാറാവില്ല എന്ന് തന്നെയാണ് ചിന്ത. പക്ഷേ ഇപ്പോൾ പോകുന്നതിൻ്റെ പിന്നിലെ ചില രീതിശാസ്ത്രം കൂടെ നോക്കണം. കാരണം 2026 ഫെബ്രുവരി മധ്യത്തിൽ ബെഞ്ചമിൻ നെതന്യാഹു അവിടെ സന്ദർശിക്കുന്നു, അമേരിക്ക സന്ദർശിക്കുന്നു, ട്രംപുമായി സംസാരിക്കുന്നു. നരേന്ദ്രമോദി, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ സന്ദർശിക്കുന്നു, നെതന്യാഹുവിനെ കാണുന്നു. മോദി തിരിച്ചു വന്ന് 2ാം ദിനം 28-ാം തീയതി അവിടെ യുദ്ധം നടക്കുകയാണ്. അപ്പം മോദിയുമായി നേരിട്ട് ബന്ധമില്ല, ഇന്ത്യയുമായി നേരിട്ട് ബന്ധമില്ല. ഇന്ത്യ ഒരുപക്ഷെ അറിഞ്ഞു പോലും ഉണ്ടാവില്ല, അറിയുക പോലും ചെയ്യില്ല. പക്ഷേ ഇതെല്ലാം ചേർത്ത് വായിക്കുന്ന പലരുമുണ്ട്. അമേരിക്ക, ഇസ്രായേൽ, ഇന്ത്യ ഒരു അച്ചുതണ്ട്. ആ അച്ചുതണ്ട് ഹൈപ്പർ ആക്റ്റീവായി പ്രവർത്തിച്ചു. അതിൻ്റെയൊക്കെ ഫലമാണ് ഇന്ത്യ ഒരു മൗന സാക്ഷിയായി, മാപ്പ് സാക്ഷിയായി, അല്ലെങ്കിൽ മൗനമായി ഇരുന്നു എന്ന് ചിന്തിക്കുന്നവരുടെ, ഞാൻ അങ്ങനെ ചിന്തിക്കുന്നവരുടെ കൂട്ടത്തിലല്ല. ഇന്ത്യ അത് അറിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു ചിന്ത. മാത്രമല്ല, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ അയൽ പ്രദേശം കലുഷിതമാകുന്നതിന് ഒരു രീതിയിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ ഇന്ത്യയുടെ അഡ്മിനിസ്ട്രേഷനോ കൂട്ടുനിൽക്കില്ല. ഇറാനുമായും ഇസ്രയേലിനുമായും നമുക്ക് ഒരുപോലെ ബന്ധം തുടരേണ്ടതുണ്ട് എന്നതുകൊണ്ട് മോദിയുടെ അന്നത്തെ സന്ദർശനം ആകസ്മികമായ ഒന്ന്, അതൊരു കോയിൻസിഡൻസ് എന്ന രീതിയിൽ മാത്രം കാണാനാണ് ഇപ്പോൾ താല്പര്യപ്പെടുന്നത്. പക്ഷേ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ സന്ദർശനം അങ്ങനെയല്ല. ഇനിയും എന്താണ് വരാൻ പോകുന്നത്? ട്രംപ് ഏത് രീതിയിൽ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ മേൽ പ്രിവെയിൽ ചെയ്യും? അതോ ഒരിക്കൽ കൂടി നെതന്യാഹു വിൽ പ്രിവെയിൽ ഓവർ ട്രംപ്? അരുതാത്തത് എന്തെങ്കിലും സംഭവിക്കുമോ? ആ ഒരു ആശങ്കയിലാണ് ലോകം.